കാശ് ഏ ചോറ് വെച്ചിട്ടുണ്ട്, ഇന്നലെ വെച്ചിട്ടുണ്ട്. ഇതോ ഇവിടെ 2 ദിവസം 3 ദിവസത്തേക്ക് ഒന്നില്ല ചോറ് വെക്കുന്നു. ഒരു ദിവസം തിളപ്പിച്ച് ഊറ്റി കഴിക്കും. വെക്കാൻ ആരും ഇല്ല ഇവിടെ. ഇവിടെ കാശൊന്നും ഇല്ലടാ, ഞങ്ങൾക്ക് ഉദ്യോഗമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ കുത്തിയിരിക്കുന്നു. നിനക്ക് പിന്നെയും കാശ് കിട്ടി, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനാണ്. ഞങ്ങൾ ആരോടും കാശ് വാങ്ങിക്കാറില്ല, ആരോടും ചോദിക്കാറില്ല. ഞങ്ങൾ പിന്നെ ഗൃഹസ്ഥരാണ്. ഞങ്ങൾ ഗൃഹസ്ഥരല്ലടാ, ഞങ്ങൾ പാവങ്ങളാ കേട്ടോ. ഞങ്ങൾ കണ്ടവരുടെ വീട്ടിൽ നിന്നും കണ്ടാലും ഒന്നും പോകുന്നില്ല. അയ്യോ കാശ് താവേ എന്നും പറഞ്ഞു. ഞങ്ങൾ പെൻഷൻ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അതിൽ കൂടുതൽ വരുമാനമൊന്നും ഞങ്ങൾക്കില്ല. വരുമാനം ഉള്ള ആൾ മരിച്ചുപോയി. പിന്നെ എനിക്ക് ഇച്ചിരി വരുമാനമുണ്ട്, പെൻഷനായി. ഞാൻ വിചാരം പൈസയേ ഉള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ? ഞങ്ങൾക്ക് പോലും കഴിക്കണ്ടായോ? മരുന്ന് വേണം, ഒക്കെ വേണം. മാസം 19,000 രൂപ മരുന്നിന് വേണം, പിന്നെ ആഹാരം വേണം, എല്ലാം വേണം. എനിക്കങ്ങ് വയ്യ ജോലിയൊന്നും ചെയ്യാൻ. പിന്നെ എൻ്റെ വല്യമോളായിരിക്കും വല്ലതൊന്നും വെച്ചൊക്കെ തരുന്നത്. അന്നാണ് ഞാൻ എൻ്റെ കൊച്ചുമോളെ കാണാൻ പോയായിരുന്നു. പന്നിയുടെ ശല്യം മനസ്സിലായില്ല. കാട്ടുപന്നി എവിടാ? അതിന്റെ ശല്യം ഉണ്ടോ? അവന്മാര് കുഞ്ഞൊന്നും ഇല്ല. അയ്യോ, അവിടെ പിന്നെ പന്നിയൊന്നുമില്ല. തൃശ്ശൂരാണ് അവർ താമസിക്കുന്നത്. അവിടെ പന്നിയൊന്നുമില്ല. പിന്നെ ആനയും കടുവായും ഒന്നും ഇല്ല. അവർ താമസിക്കുന്നത്. ഇതെന്നെ ഞാൻ പറഞ്ഞു, അവിടെ പന്നിയൊന്നുമില്ല. പന്നിയൊക്കെ കാട്ടിലാണ്. എനിക്ക് ധൈര്യമായിട്ടാണെങ്കിലും പറയാമല്ലോ. എന്തോ ധൈര്യമായിട്ട് പറയാമല്ലോ, അവിടെ ശല്യമില്ലെന്ന്. അവിടെ പന്നിയൊന്നുമില്ല. ഞാൻ പോയി 25 ദിവസം താമസിച്ചു. ഞാനൊരു പന്നിയും കണ്ടില്ല. പിന്നെ സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. അവർ അടുക്കളയിൽ പോയാണ് എടുക്കാൻ. തോർത്തെല്ലാം മേടിച്ചോ? ഇതല്ല, അതെടുത്തോണ്ട് വന്ന് തോർത്തെല്ലാം പിരിച്ചോ, തുണിയെല്ലാം പിരിച്ചോ എന്ന് ചോദിച്ചു. ഇതോടെ ഈ വയ്യാത്തവരെ എപ്പോഴും കറന്നു ഓടിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യാൻ അറിയില്ല. ഞാൻ പണ്ട് പോലെ വല്ല ചോദിച്ച് വല്ലതൊക്കെ ഉണ്ടാക്കും കാര്യം. ഇവിടെ അല്ലാതെ നിങ്ങൾ വലിയ കുട്ടികളൊന്നും പാവങ്ങളാ. 10 മിനിറ്റ് വിടുന്നോട്ടെ. 10 മിനിറ്റോ? 10 മിനിറ്റ് ഇരുന്നേച്ച് പോകണം. ഇതോടെ പറഞ്ഞ ആരുടെ പൈസ വാങ്ങി കൊടുക്കുന്ന പലിശ ചേർക്കൂടെ? ആരുടെ കൊടുക്കുന്ന നീ പറഞ്ഞേ? കുട്ടണ്ണന് വലിയമോള് കൊടുത്ത എനിക്ക് അറിവ് കിട്ടി. ആരുടെ കയ്യാ കൊടുക്കുന്ന? കുട്ടണ്ണനെ മനസ്സിലായില്ല. എനിക്ക് വയ്യ ഒച്ചയിൽ പറയാൻ. എനിക്ക് ചെറുതാകത്തില്ല. എനിക്ക് ഒച്ചത്തിൽ പറഞ്ഞു പറഞ്ഞ ഒച്ചയല്ല അടച്ചു. നീ ഒച്ചത്തിൽ പറയാൻ ആരുടെ പോയി? വലിയ മോളെ ഇന്ന് 10,000 രൂപയോ 50,000 രൂപയോ ഏതാണ്ട് 12 മേടിച്ചോ? ആരെ?
ചെല്ലി അവനൊന്നും ഇവിടെ കടം കൊടുക്കാനൊന്നും പറ്റില്ല. അവന്റെ പടികാർ ചെല്ലില്ല, അവന് പൈകാറ്റത്തില്ലല്ലോ കൂട്ടാനിട്ട് കൊടുക്കാൻ. ആ സെന്റിക്കേ അവള് കൊടുക്കാം. നേരാവന്റെ കാര്യം ഇവിടെ കൊണ്ടേക്കില്ല. കൂട്ടാറിന്റെ കാര്യം അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. അവൻ ഞങ്ങളെ ആരുമല്ല. കല്യാണിക്ക് സത്രാവതിയെ കെട്ടിയെന്ന് പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ കേട്ടിട്ടില്ല. കേട്ടോ കല്യാണമാരെ ഒന്നും ഞങ്ങൾ പടി കേട്ടിട്ടില്ല. പോത്തെ സത്രാവതിയെ കെട്ടിയെന്ന് പറഞ്ഞ് കല്യാണമാരെ ഞങ്ങൾ പാടി കേട്ടിട്ടില്ല. ആ ഞങ്ങളും കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് എനിക്ക് പറയാനും വയ്യ. വലിയോളെ വിളിച്ചു. അതിനോട് അടുക്കളയില്ല. അല്ല അയ്യന്റെ ആണ് ചോദിച്ച വിളിച്ചു പോയിട്ട് അതുകൂടെ എന്തുറക്കുവോ ഇല്ലത്തെ. അല്ല പറമ്പ് വെച്ച് പറമ്പ് നിൽക്കുമ്പോ എന്ന് അന്ന് അന്നെന്ന് പറഞ്ഞാൽ എനിക്കറിയാമോ? എനിക്ക് ചെവി കേൾക്കത്തില്ല. എനിക്ക് വയസ്സെത്ര 88 വയസ്സായി. ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പതുക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഉറച്ചു പറയണം. ഞാൻ വിളിക്കുന്നില്ല. അവൾ അടുക്കള ജോലി അടിക്കുക. ഇവിടെ വരെ കഴിക്കണ്ടായ ആഹാരം ഇവിടെ വന്ന് നിന്നാൽ മതിയോ? ഒരു വിളിച്ചെങ്കിലേ ഇവിടെ തിന്നാനുള്ളൂ. വരുന്നില്ല. അവളവിടെ വരെ ജോലി ചെയ്യുന്നു അടുക്കളയിൽ. ഗേറ്റിൽ നിന്ന് തുറന്നിട്ടേക്കുന്ന അവിടെ വന്നോ? തുറന്നോ? ആ അമ്മ നിനക്ക് നീ വന്നപ്പോ ഗേറ്റ് തുറന്നു. എന്നാ പോയി നീ. എന്നാ ഇനിയും പോകാൻ നീ ഇനി ഇതെല്ലാം പോയില്ലോടാ നിന്റെ ചേട്ടന്റെ വീട്ടിൽ. എല്ലായിടത്തും പോയി. എന്നിട്ട് അവൻ നിന്നോ തന്നു ചേട്ടന്റെ വീട്ടിൽ നിന്ന്. ഇതോ മരിപ്പോട്ട് എന്തിനാ? ശരി. അവന്റെ അച്ഛന്റെ പേരെന്തുവാ? ഇത് ചേട്ടന്റെ പേരെന്തുവാ? രഘു എന്നാണോ? രഘുനാഥ്. അവനെന്ത് ചെയ്യേ? അവനെന്ത് ചെയ്യേ? അവളുണ്ടോ? ഞാൻ രവീന്ദ്രനാഥ് ടാഗോർ. അവന്റെ ആ കുഞ്ഞെന്ത് ചെയ്യേ? മരിച്ചു പോയവന്റെ കുഞ്ഞ് അവളുണ്ടോ? നിന്നോട് വർത്താനൊക്കെ പറഞ്ഞോ? നിന്നോട് വരും പറഞ്ഞോ? അപ്പൂപ്പാന്ന് വിളിച്ചോ? എനിക്ക് എവിടെയാണ് വിളിച്ചത്? അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു. വരുന്നോട് അടുക്കള ജോലി ചെയ്യുവാണ്. ഇവിടെ വിശക്കുന്നു. ഇവിടെ എന്തായാലും വരാനാ? ഒരു കാര്യം പറയണ്ട. നീ പോയിട്ടാ അവിടെ അടുക്കളയില്ല. അവിടെ പോകണ്ട. ഇവിടെ ഇരുന്നിട്ടാ മതി. വേറെ എങ്ങോട്ട് ഇവിടെ വന്നാൽ എവിടെ വന്നാൽ ഞാൻ എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ കയറ്റാൽ മതി. ഇവിടെ അങ്ങനെ നടക്കണ്ട. ഇവിടെ അടുക്കള വരെ ജോലി ചെയ്യണം. എനിക്ക് പറ്റത്തില്ല. ഒരിക്കലും പറഞ്ഞില്ലയോ? എന്താ പറയാ നീ പറഞ്ഞാൽ കേൾക്കാത്ത? നിന്റെ വേലക്കാരിയാണോ? എന്നിട്ട് തന്നെ വിളിക്കാറ്. പിന്നെന്തോ നീ ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ നിനക്കെന്തോ എന്തോ കേട്ടില്ല. ഇവിടെ ഒന്നും വിളിക്കണ്ട. പോയിട്ടാ മതി. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ മതി. പിന്നെ കൂടെ ഒരു നോട്ട് വിളിച്ചിരുന്നു. പഠിക്കാനുള്ള